രാമായണത്തിലെ സ്വന്തം അഭിപ്രായം എന്താണ്? രാമായണം വായിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട രജോ ഗുണ തമോ ഗുണങ്ങളെല്ലാം മായും. മനസ്സിലായി? അപ്പൊ സത്വഗുണം കൂടുതൽ പ്രശോഭിക്കും. അതാണ് രാമായണത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഊർജം. മനസ്സിലായി? അപ്പൊ അത് രാമായണത്തിൽ കൂടെ കിട്ടുള്ളൂ. കാരണം ഇതിന് ഒരു പ്രത്യേക നിഷ്കർഷം. ഭാഗവതമൊക്കെ ആണെങ്കിൽ സപ്താഹം, അഹം എന്ന് വെച്ചാൽ പകല്, 7 ദിവസം പകല് വായിക്കാവൂ എന്ന്. രാമായണം അങ്ങനെയല്ല. ദേവി ഭാഗവതമാണെങ്കിൽ 7 ദിവസമേ പാടുള്ളൂ. മറ്റങ്ങനെയല്ല. അധ്യാത്മ രാമായണത്തിനൊരു ഗുണം എന്തെന്ന് വെച്ചാൽ അഹോരാത്രം പാരായണം ചെയ്യാം എന്നുള്ള ഒരു വലിയ ഒരു ദിവ്യത്വം രാമായണത്തിന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഈ രാമന്റെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക പ്രയോഗമാണ്. എഴുത്തച്ഛൻ ശ്രീരാമന് വാൽമീകി അയോധ്യയിലെ രാജാവായി കാണുമ്പോൾ എഴുത്തച്ഛൻ രാമന് ദൈവമായിട്ട് കാണുകയാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ രാമനെ ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും സ്തുതികൾ വരൂല. മനസ്സിലായില്ലേ? മറ്റേ വാൽമീകി രാമായണത്തിൽ സ്തുതികളൊന്നും അധികമില്ല, ചരിത്രം മാത്രമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. നമ്മളെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പബ്ലിക്കായിട്ട് അധിക്ഷേപിക്കും. അപ്പൊ ആ ദൗർബല്യത്തെ മാറ്റാനായിട്ട് രാമായണത്തിന് ആവയാനം കൊണ്ട് മാറ്റാൻ കഴിയും. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അത്ര ഒരു അധിക്ഷേപിക്കാനൊന്നുമില്ല. കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ അധിക്ഷേപിക്കാനൊന്നുമില്ല. കാരണം ഒരു 12 വയസ്സ് വരെയും തിരിച്ചറിവ് വരുന്നത് വരെ ആ കുട്ടികളെ ആരും അധിക്ഷേപിക്കുകയൊന്നുമില്ല. ചിലപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു അക്രമങ്ങൾ കാണിച്ചാൽ മാത്രമേ ശാസിക്കുന്നുള്ളൂ. അധിക്ഷേപിക്കില്ല, ശാസിക്കും. കൊച്ചുകുട്ടികളായിരിക്കും പോലെ പിള്ളേര് വിളയാട്ടെന്ന് പറയും പോലെ അവർ ചില കുസൃതികളെ കാണിക്കുമ്പോൾ അവരൊന്ന് കുറേയൊക്കെ ദേഷ്യപ്പെടുകയും ചെറിയ കമ്പെടുത്ത് ചെറിയ ഈക്കിൽ കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന പതുകൊണ്ട്, അല്ലെങ്കിൽ ചെവിയെ പിടിച്ച് മുറുക്കുകയൊക്കെ ചെയ്യുന്ന രക്ഷകർത്താക്കൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ടായിരുന്നു. അത് നല്ലതാണെന്ന് സാർ പറയുന്നത്? അത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു എന്ത് പറഞ്ഞാൽ ഒരു ശിക്ഷ കൊടുത്ത് അവനെ നേർവഴി കൊണ്ടുവരുന്നു മാത്രം വിചാരിച്ചാൽ മതി. അത് അവരെ സത്പ്രവൃത്തികളിൽ കൂടെ വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ഉപാധിയാണത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അക്രമിയായിട്ട് വളരാൻ പാടില്ലല്ലോ. അതാണ് കാരണം.